പ്രിയ സീറോ മലബാർ സ്നേഹിതരെ, ഇന്ന് നാം ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിക്കുന്ന തിരക്കിലാണല്ലോ. പടിഞ്ഞാറൻ ലോകം മുഴുവൻ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അയർലൻഡ് സീറോ മലബാർ സഭയും വമ്പിച്ച സംഭാവന ഡൊണേഷൻ സെയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഡയറക്റ്റ് ഡെബിറ്റ് PMSലൂടെ പ്രതിമാസം കുറഞ്ഞത് €25 വീതം സെപ്റ്റംബർ മാസം വരെ മുടങ്ങാതെ അടയ്ക്കുന്നവർക്ക്, അല്ലെങ്കിൽ €250 മുകളിൽ അടയ്ക്കുന്നവർക്ക്, ഡയറക്റ്റ് ഡെബിറ്റ് അടയ്ക്കുന്നവർക്ക് പരമാവധി €50 വരെ സ്പെഷ്യൽ റിബേറ്റ്, അതായത് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഓൺ ചർച്ച് ഡൊണേഷൻസ് ബൈ സീറോ മലബാർ ചർച്ച് അയർലൻഡ്. എന്താ നാട് ഓടുമ്പേ നടുകെ ഓടണ്ടേ? ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അവൻ്റെ കച്ചവടത്തിൻ്റെ വലിയ സാധ്യതകൾ കണക്കാക്കിയാണ് സെയിൽ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇവിടെ സീറോ മലബാർ സഭയും അത് തന്നെയാണ് ചെയ്യുന്നത്. സെയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൊണേഷൻസ് €50 റിബേറ്റ് ഓൺ ചർച്ച് ഡൊണേഷൻസ്. ഓക്കെ, നമുക്കിനി കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ വലിയ തിരിമറികൾ നടക്കുകയാണ് അയർലൻഡ് സീറോ മലബാർ സഭയിൽ. ഓക്കെ, അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ചെറിയ ചില മാറ്റങ്ങൾ ഇപ്പോൾ ഈയിടെ പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇനിമേൽ ഓരോ മാസ് സെൻറ്ററിനും അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിനും ഒക്കെ ചർച്ച് കറണ്ട് അക്കൗണ്ട് എന്ന ഒരു അക്കൗണ്ട്, നിത്യനിദാന ചെലവുകൾ, നേർച്ച വരവ്, അതിൽ നിന്ന് വിവിധ ചെലവുകൾ, അച്ഛൻ്റെ പകിടി, പിന്നെ എന്താണ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി, പിന്നെ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ വിവിധ മറ്റു ചില പരിപാടികൾ. രണ്ടാമത്തേത് ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട്, പുതിയൊരു അക്കൗണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ തന്നെ €15,000 കൂടുതൽ ചർച്ച് കറണ്ട് അക്കൗണ്ടിൽ വരികയാണെങ്കിൽ അത് ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെയാണ് നിബന്ധന. പിന്നെ എന്താണ് പറയുക, ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിക്കുവാൻ വ്യക്തമായ പ്രോജക്റ്റ് റിപ്പോർട്ടോടെ പൊതുയോഗത്തിൻ്റെ അംഗീകാരം നേടണം. അപ്പോൾ ഇവിടെയാണ് ഈയിടെ എയർപോർട്ടിനടുത്ത് 9 ഏക്കർ സ്ഥലം നിരോധിത മേഖലയിൽ, ഗ്രീൻ സോൺ മേഖലയിൽ, ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സാധ്യതയില്ലാത്ത ഒരു സ്ഥലം എല്ലാ സോണൽ കമ്മിറ്റികളും മാസ് സെൻറ്ററുകളും പ്രതിഷേധിച്ചിട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടും ബ്ലാഞ്ചസ് ടൗണിലെ ഒരു കൂട്ടം ഗുണ്ട എന്താ പറയുക മുതലാളി കമ്മിറ്റിക്കാർ ഈ സ്ഥലം വാങ്ങിയിരിക്കുക. പിന്നെ അതിലേക്ക് തലവെച്ച് കൊടുത്തു, അല്ലെങ്കിൽ അതിനോട് കൂടിച്ചേർന്ന് നാഷണൽ കോർഡിനേറ്റർ അടക്കം ഉള്ളവർ അതിലേക്ക് ഒരു കൂട്ടുപങ്കാളികളായി ചേർന്നിരിക്കുകയാണിപ്പോൾ. വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PMS എന്ന് പറയുന്നത് പാരിഷ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇത് മാനേജ് ചെയ്യുന്നത് ബ്ലാഞ്ചസ് ടൗൺകാരാണ്. അതിൽ തന്നെ അവിടുത്തെ ഒരു കമ്പനി മുതലാളിയാണ്. ആ കമ്പനി മുതലാളി ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എല്ലാ വർഷവും സീറോ മലബാറിൻ്റെ പ്രധാന കണക്കിൽ നിന്നും ഒരു വലിയ തുക അതിൻ്റെ പ്രതിഫലമായി വാങ്ങുന്നുണ്ട്. അങ്ങനെ PMSൻ്റെ നിയന്ത്രണം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഈ പണം എങ്ങോട്ട് പോണു? ഇപ്പോൾ പറയുന്നു, ഈ പുതിയ പരിഷ്കാരത്തിൽ പറയുന്നു, ഡയറക്റ്റ് ഡെബിറ്റായ €25 അതിന് മുകളിലുള്ള തുകയോ ഇനിമേൽ ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്കാണ് പോവുക. അപ്പോൾ ഈ PMS തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ പണമൊക്കെ എവിടേക്കാണ് പോയിരുന്നത്? അങ്ങനെ ഈ പണം കൈവശം വെച്ചിരുന്ന ആൾക്കാരാണ് ഡബ്ലിനിൽ എയർപോർട്ടിനടുത്ത് പോയി വേസ്റ്റ് ലാൻഡ് വാങ്ങിയിരിക്കുന്നത്. ഈ വേസ്റ്റ് ലാൻഡ് വാങ്ങണ്ട എന്ന് എല്ലാ കമ്മിറ്റികളും ഒന്നടക്കം പ്രതിരോധിച്ചതാണ്. അതിനെ മറികടന്നുകൊണ്ട് തൻ്റെ കയ്യിലുള്ള അവിഹിത പണം, ഇതിന് ഉത്തരം പറയേണ്ടത് എന്താ പറയുക, ഇൻ്റർനാഷണൽ വിസിറ്റേറ്റർ
സ്റ്റീഫൻ ചെറപ്പണത്തും നാഷണൽ കോർഡിനേറ്ററും മറ്റ് ചാപ്ലിന്മാരും ഒക്കെയാണ്. വിശ്വാസികളുടെ പണം PMSലൂടെ പിരിച്ചിട്ട് എന്ത് ചെയ്തു? ആരുടെ കൈവശമാണ് ഈ പണം? അതുപോലെ ഓരോ മാസ് സെൻറ്ററുകളിലും ഇപ്പോൾ 2020, 2021, 2022 ഫാദർ ക്ലെമൻ്റ് മുൻ നാഷണൽ കോർഡിനേറ്റർ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഓരോ വർഷവും, അതുപോലെ തന്നെ ഇപ്പോൾ ജോസഫ് അച്ഛൻ ഇരിക്കുമ്പോഴും ഓരോ വർഷവും 35,000, 40,000 വരെ ഡൊണേഷനായിട്ട് എഴുതി തള്ളുക. ആർക്ക് എന്ത് ഡൊണേഷൻ കൊടുത്തു എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഇനി കമ്മിറ്റിക്കാർക്കോ സ്ഥിരം കമ്മിറ്റിക്കാർക്കോ അങ്ങനെ ഒരു പരാതിയില്ല. അവർക്ക് ആ സ്ഥാനത്ത് തിളങ്ങി വിളങ്ങി നിൽക്കണം. എന്താണ് പറയുക, ബാഡ്ജ് കുത്തി ഇങ്ങനെ പാട്ടകിലിക്ക് നടക്കണം. ഇനി അതിലുപരിയായിട്ട് ഈ വിശ്വാസികളുടെ നേർച്ചപ്പണവും ഡയറക്റ്റ് ഡെബിറ്റുമെല്ലാം വഴിതിരിച്ച് വിട്ട് ഏതാനും വ്യക്തികൾ സ്വകാര്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഒരു ബിസിനസ് കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വാഴയ്ക്ക് നനയട്ടെ എന്നുള്ള രീതിയിൽ ഒരു കച്ചവടം നടക്കുന്നുണ്ടോ എന്നുള്ളതിന് തെളിവ് നൽകുന്ന സംഭവങ്ങളാണ് ഈ ഭൂമി കച്ചവടത്തിൽ നടന്നിരിക്കുന്നത്. മറ്റെല്ലാ സോണൽ കമ്മിറ്റികളും സെൻട്രൽ കമ്മിറ്റിയും പ്രതിഷേധിച്ചിട്ടും ബ്ലാഞ്ചസ്റ്റൗൺകാർ അവരുടെ കൈവശമുള്ള പണം കൊണ്ടുപോയി ഈ സ്ഥലം വാങ്ങി. അതിനുവേണ്ടി തകൃതിയായ പിരിവെന്ന പുകമറ അവിടെ നിലനിൽക്കെ തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താ? 2022 സീറോ മലബാർ കാത്തലിക് കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി. സീറോ ഗ്യാരണ്ടി, ഒരു 10 രൂപ പോലും ഡെപ്പോസിറ്റ് ഇല്ലാത്തൊരു കമ്പനി. ആ കമ്പനിയുടെ 2024 കണക്കിലും ആനുവൽ റിപ്പോർട്ടിലും 10 പൈസ അവർക്ക് ബാലൻസ് ഇല്ല, നിൽ ബാലൻസ്. അങ്ങനെ ബാലൻസ് ഉള്ളവർ €500,000 കൊടുത്ത് എങ്ങനെയാണ് സീറോ മലബാർ കാത്തലിക് കമ്പനിയുടെ പേരിൽ എയർപോർട്ടിൽ സ്ഥലം വാങ്ങിയത്? അപ്പോൾ വിശ്വാസികളുടെ പണം ഡയറക്റ്റ് ഡെബിറ്റായിട്ടും അല്ലാതെ നേർച്ചപ്പണം ഡൊണേഷനായിട്ട് എഴുതിത്തള്ളിയും ആരുടെയൊക്കെയോ കൈവശം അനധികൃതമായിട്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി 2025 ഈ സ്ഥലം വാങ്ങിയതിനെ തുടർന്നുണ്ടായ മറ്റൊരു സംഭവ വികാസമാണ് ഈ സീറോ മലബാർ കാത്തലിക് കമ്പനി. അത് തുടങ്ങിയപ്പോൾ എന്താ പറയുക, ഒരു കൺവെൻഷൻ സെൻറ്റർ, പിന്നെ ഗ്രോസറി സ്റ്റോറ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻഗ്ലസ് കൗണ്ടിയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വാങ്ങാൻ വേണ്ടിയാണ് അന്ന് ഈ കമ്പനിയൊക്കെ ഉണ്ടാക്കിയത്. അത് SMC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വിമതന്മാർ ഫലപ്രദമായി ഇടപെട്ടതുകൊണ്ട് അത് തള്ളിപ്പോയി. മനസ്സിലായോ? ഒരു ദുരന്തം അന്ന് ഒഴിവാക്കി. അന്ന് സീറോ ബാലൻസ് കമ്പനിയായിട്ട് തുടങ്ങിയത് അത് നിലനിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് പൊടുന്നനെ ഈ വർഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഈ സ്ഥലം വാങ്ങുന്നത്. ഈ സ്ഥലം വാങ്ങുന്നതിൽ പണം എവിടെ നിന്ന് വന്നു? അപ്പോൾ അനധികൃതമായ പണം ഇവരുടെ കൈവശമുണ്ട്. ഡൊണേഷൻ എന്നും PMS എന്നും പറഞ്ഞ് എഴുതിത്തള്ളുന്ന ദുരൂഹമായ, ആർക്കും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പണം ഇവരുടെ കൈവശമുണ്ട്. ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ SMCയെ പോലുള്ള ഞങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. എന്താണ്? ഇതിൻ്റെ പേര് മാറ്റി. ഏത്? സീറോ മലബാർ കാത്തലിക് കമ്പനി എന്നുള്ളത് ചായക്കട കമ്പനിയെ പേരുമാറ്റി സീറോ മലബാർ പ്രോപ്പർട്ടി ഹോൾഡിംഗ് കമ്പനി എന്നാക്കി മാറ്റി. അപ്പോൾ സീറോ മലബാർ പ്രോപ്പർട്ടി ഹോൾഡിംഗ് കമ്പനി ആക്കിയപ്പോൾ അതിലേക്ക് നാഷണൽ കോർഡിനേറ്ററും മറ്റ് ചാപ്ലിന്മാരും ഒക്കെ അതിൽ ഡയറക്ടർമാരായിട്ട് വന്നു. ഇപ്പോൾ 4-8, നേരത്തെ 4-5 ഡയറക്ടർമാർ ബ്ലാഞ്ചസ്റ്റൗണിലെ ഈ പറയുന്ന PMS മുതലാളിയും മറ്റ് കമ്മിറ്റിക്കാരുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ കൂട്ടത്തിലേക്ക് ചാപ്ലിന്മാരും കൂടി ആ കമ്പനിയിലേക്ക് പേര് മാറ്റി സീറോ മലബാർ പ്രോപ്പർട്ടി ഹോൾഡിംഗ് എന്ന കമ്പനിയെ പുനർനാമകരണം ചെയ്ത് അതിലേക്ക് ഇവർ ഡയറക്ടർമാരായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് പുതിയ നിയന്ത്രണങ്ങൾ കണക്കിൽ വന്നിരിക്കുക. എല്ലാ സോണൽ കമ്മിറ്റികളിലും മാസ് സെൻറ്ററുകളിലേക്ക് എന്താണ്? 2 തരം അക്കൗണ്ട് ഓരോ കമ്മിറ്റികൾക്കും. ഏതാണ്? ചർച്ച് കറണ്ട് അക്കൗണ്ട്, നിത്യനിദാന ചെലവിൻ്റെ കണക്ക്, പിന്നെ മറ്റൊന്ന് ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അപ്പോൾ അതിൻ്റെ പൊതുയോഗ തീരുമാനങ്ങളിൽ പ്രധാനമായിട്ടും എഴുതി ചേർത്തിരിക്കുന്നത്
ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിക്കുവാൻ വ്യക്തമായ പ്രോജക്റ്റ് റിപ്പോർട്ടോടെ പൊതുയോഗത്തിൻ്റെ അംഗീകാരം വേണം. ഏത് പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് എയർപോർട്ടിൽ ഉപയോഗശൂന്യമായ ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത്? ഇവിടെ ചിലരൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ലാൻഡ് പർച്ചേസ് കംപ്ലീറ്റഡ്. അത്ഭുതം. ഫോർ എ പ്ലേസ് ഓഫ് വർഷിപ്പ്, പീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർ ജനറേഷൻസ്. എന്താണ് പറയുക? ഇപ്പോൾ പറഞ്ഞ അവസാനം വയ്ക്കുന്നത് കാർ പാർക്കിങ്ങിന് കൊടുത്ത് അനേകം കാർ പാർക്കിംഗ് വന്ന് കഴിയുമ്പോൾ ലാഭമുണ്ടാക്കി ആ ലാഭത്തിൽ നിന്നും പള്ളി ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ കച്ചവടം നടന്നിരിക്കുന്നത് ഇവിടെ യാക്കോബായ, ഓർത്തഡോക്സ്, അങ്ങനെ പലരും, ഈവൻ ഷാലോം ടി വിക്കാർ വരെ പലയിടത്തും സ്ഥലം വാങ്ങി. അവർ വാങ്ങിയത് അവരുടെ ഉദ്ദേശങ്ങൾക്ക് അനുയോജ്യമായ പിറ്റേന്ന് മുതൽ ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങളാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ഇതെന്താണ്? ഒരിക്കലും സീറോ മലബാർ ചർച്ചിന് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ആരാധനയ്ക്കോ കോൺഗ്രിഗേഷണൽ ഒന്നിച്ചുകൂടലിനോ അല്ലെങ്കിൽ വേദപാഠത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മയ്ക്കും ഉപയോഗപ്രദമല്ലാത്ത തരിശുഭൂമി നിരോധിത മേഖലയിൽ വാങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് ഇതിൻ്റെ കച്ചവടം. ഏതാനും വ്യക്തികളുടെ കൈവശം ഇരുന്ന പണം അവരൊരു കണക്കൊപ്പിക്കാൻ വേണ്ടി ഒരു പാഴ്ഭൂമി വാങ്ങിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ 1000ഉം 10,000ഉം ഒക്കെ പലരിൽ നിന്നും തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് തട്ടിപ്പ് പിരിവ് നടത്തുന്നു. ഓക്കെ, ഇതിനെല്ലാം തലവെച്ച് കൊടുക്കാൻ ശുദ്ധാത്മാക്കളായ വിശ്വാസികളുണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ അപകടത്തെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇനി ഇതിൽ ആരാണ് ഈ ചാപ്ലിന്മാരും ഈ പറയപ്പെടുന്ന സ്ഥിരം കമ്മിറ്റികളും? ഞങ്ങൾ പ്രാഞ്ചി എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് വളരെ ഗൂഢമായ താല്പര്യങ്ങളുണ്ട്. ചാപ്ലിൻസ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും ഏതൊക്കെയോ മെത്രാന്മാരുടെ കാല് പിടിച്ച് അവരുടെ സംപ്രീതിക്ക് പാത്രമായിട്ട് ഒരു ഫോറിൻ അസൈൻമെൻ്റായിട്ട് വരുന്ന ആളുകളാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ കൈയും വീശി വന്നിട്ട് കുറേ പള്ളിയുടെ പരമ്പരാഗത കുർബാനയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ മറവിൽ വിശ്വാസികളെ നേർച്ചയും പിരിവും അവന് ചുമക്കാനാവാത്ത വണ്ണം ഭാരം അവൻ്റെ തലയിൽ വെച്ചു കൊടുക്കുക. ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധാത്മാക്കളായ വിശ്വാസികൾ അതിന് തലവെച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ, നമ്മൾ മെത്രാനെന്നും പിതാവെന്നൊക്കെ വിളിക്കുന്ന ആൾ, പിതാവെന്ന് യേശു ബൈബിളിൽ തന്നെ പറയുന്നത് നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. നമ്മുടെ ബയോളജിക്കൽ പിതാവ് വേറെ. എന്നിട്ടാണ് ഈ പിതാവ് വിളിയുമായിട്ട് ഈ മനുഷ്യൻ്റെ പാരമ്പര്യം എന്താ? സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി സഭയിലെ അന്നത്തെ കച്ചവട നേതൃത്വത്തിൻ്റെ താല്പര്യത്തിനൊത്ത് റോമിൽ സ്ഥലം വാങ്ങി അത് ഉപയോഗിച്ച് അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ എന്താണ് പറയുക, സീറോ മലബാർ സഭയുടെ ആസ്ഥാനം പണിയാനെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. ആ പണം മുടക്കി അതിൽ തന്നെ വെട്ടിപ്പും ഒക്കെയായിട്ട് ഒരുപാട് എന്താണ് പറയുക, കരിപുരണ്ട പാരമ്പര്യമുള്ള ആളാണ് നമ്മുടെ വിസിറ്റേറ്റർ. പിന്നെ നാഷണൽ കോർഡിനേറ്ററോ, ഞാനൊരു കഥ പറയാം. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് വന്നു, അലീന ബെന്നി എന്ന ഒരു ടീച്ചർ താമരശ്ശേരി രൂപതയിലാണ്. ഓക്കെ, ആ ടീച്ചർ ഒരു മലയോര കർഷകൻ്റെ മകളാണ്, മൂത്ത മകൾ. പിന്നെ അതിൻ്റെ താഴെയും 2 മക്കളുണ്ട്, പെൺമക്കൾ. അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ടീച്ചർ ജോലിക്ക് ചെന്നപ്പോൾ നമ്മുടെ സഭയിലെ കാര്യങ്ങളുള്ള താമരശ്ശേരി രൂപത പല കാര്യങ്ങൾ കൊണ്ടും പ്രശസ്തമാണ്, കുപ്രസിദ്ധമാണ്. അതിൻ്റെ മെത്രാൻ മുതൽ അത് ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ മാനേജറായിരുന്ന ഒരു സ്കൂൾ അവിടെ ജോലി നൽകാമെന്നും പറഞ്ഞ് അനേക ലക്ഷം ഡൊണേഷനായിട്ട് തെളിവില്ലാതെ, രേഖകളില്ലാതെ ഈ പറയപ്പെടുന്ന മലയോര കർഷകൻ ബെന്നിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. ഏതാണ്ട് 10-16 വർഷത്തോളം ആ പെൺകുട്ടിക്ക് 30-32 വയസ്സായി
ഒരു ജോലി സ്ഥിരമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാൻ കാത്തിരുന്ന ആ പെൺകുട്ടിക്ക് അവസാനം അനേക വർഷങ്ങളിലെ കൂലിയില്ല സേവനത്തിന് ശേഷം അവൾ തിരിച്ചറിയുകയാണ് അങ്ങനെ ഒരു വേക്കൻസിയേ ഇല്ലായിരുന്നു. അവൾ നടുങ്ങിപ്പോയി. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടല്ലോ. അവൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ പണ്ട് സിസ്റ്റർ അഭയയെ ഒറ്റപ്പെടുത്തിയതുപോലെ ഈ കള്ളക്കച്ചവടം ലോകം അറിയുന്നു. എന്ത് അഗതികൾക്കും ആലംബഹീനർക്കും അത്താണിയായ സഭയാണ്. ഒരു സാധാരണ ഒരു കുടുംബത്തിലെ മലയോര കർഷകൻ്റെ മൂത്ത മകളെ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് ആ മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ കൈക്കൂലിയായി വാങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ SMCAക്കാർ ഞങ്ങൾക്ക് കഴിയുന്ന പോലെ പിരിവെടുത്തു ആ കുടുംബത്തെ സഹായിക്കാൻ. ഞാൻ ആ മനുഷ്യനെ പോയി കണ്ടു, ആ ബെന്നിച്ചേട്ടനെ പോയി കണ്ടു. ഞങ്ങൾക്ക് അന്ന് 1.5 ലക്ഷം രൂപയാണ് പരമാവധി പിരിക്കാൻ കഴിഞ്ഞത്. കാരണം ഞങ്ങൾ വിമതന്മാരാണല്ലോ. ഞങ്ങൾ പറഞ്ഞാൽ വിശ്വാസികളുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ. കാരണം ഞങ്ങളെ അങ്ങനെ ആണല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയില്ല. കാരണം ഏറ്റവും പ്രശസ്തനായ വിമതൻ ക്രിസ്തുവാണ്. ഞങ്ങൾ ആ വികാരം പേറിക്കൊണ്ടാണ് ഈ പ്രശ്നവും പറയുന്നത്. അന്ന് ഞങ്ങൾ ആ ബെന്നിച്ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മലയടിവാരത്തിൽ ഒരു അത്ര ഉറപ്പില്ലാത്ത ആസ്പെറ്റോസ് ഷീറ്റും ചെറിയ സൗകര്യങ്ങളും മാത്രമുള്ള വീട്ടിൽ ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടു. ആ മനുഷ്യന് ഞങ്ങൾ ഈ പണം കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ പണം എൻ്റെ സ്വന്തമായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുകയില്ല. ഞാൻ ഈ പണം ഇവിടെ പഠിക്കാൻ വിഷമിക്കാതെ 10ാം ക്ലാസ് കഴിഞ്ഞ് വിഷമിക്കുന്ന കുട്ടികൾക്ക് ഞാൻ എൻ്റെ കൂടി കുറച്ച് പൈസ ഇട്ട് അതൊരു സ്കോളർഷിപ്പ് പോലെ നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ വിശ്വാസ തീവ്രതയും മനുഷ്യ സ്നേഹവും ഓർത്ത് ഞാൻ നടുങ്ങിപ്പോയി. എന്താണ് പറയുക, എല്ലാ ക്രിസ്തീയതയുടെയും മൂല്യങ്ങളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന സഭയുടെ കുതന്ത്രത്തിൽപ്പെട്ട് തൻ്റെ മൂത്ത മകള് ബലിയാടായി ആത്മഹത്യ ചെയ്തു, ജീവൻ നഷ്ടപ്പെട്ടു. എന്നിട്ടും ആ തകർച്ചയുടെ മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ പറയാണ്, തനിക്ക് കിട്ടിയ ചെറിയ ഈ സഹായത്തിൻ്റെ മേൽ കൂടുതൽ തൻ്റേതായ അധ്വാനം കൊടുത്തിട്ട് അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുവാൻ താൻ ഒരു സ്കോളർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്ന്. ഞാൻ ആ മനുഷ്യനോട് സൗഹാർദ്ദപൂർവ്വം പറഞ്ഞു, ചേട്ടന് ഇനിയും 2 മക്കളുണ്ടല്ലോ, പെൺമക്കൾ, അവരെ പഠിപ്പിക്കണ്ടേ? ഞങ്ങൾക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ. ഈ സഭയും തൻ്റെ ചുറ്റുമുള്ള എല്ലാ വിശ്വാസികളും സഭാ നേതൃത്വം ചേട്ടനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, സഭയുടെ കളവ് വെളിച്ചത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ചേട്ടന് എന്തെങ്കിലും ചേട്ടൻ്റെ കുടുംബത്തിന് സഹായമാകാനാണ്. അതുകൊണ്ട് ചേട്ടൻ്റെ വലിയ മൂല്യബോധം കളഞ്ഞിട്ട് യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ചത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ മനസ്സ് കഠിനപ്പെടുത്തി വിശ്വാസികളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാത്തവരാണ് ചാപ്ലിന്മാരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയില്ല ഇവരുടെയൊക്കെ ചരിത്രം എന്താണെന്ന്. നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ടാകുമ്പോൾ വിദേശത്തേക്ക് ഓടുക. അങ്ങനെയാണല്ലോ എന്താണ് പറയുക, ഒരു പെൺകുട്ടിയെ പിഴപ്പിച്ച്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പിഴപ്പിച്ച് ഗർഭിണിയാക്കി പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് കേസായപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടോടി പഴയ കർദിനാളിൻ്റെ നേതൃത്വത്തിൽ കാനഡയ്ക്ക് രക്ഷപ്പെടാൻ ഓടുന്നതിനിടയിലാണ് ഇന്ന് ജയിലിൽ കിടക്കുന്ന റോബിൻ അച്ഛൻ പിടിയിലാകുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ്. ഞാൻ കൂടുതൽ അക്കാര്യത്തിലേക്ക് പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവർ വിദേശത്തേക്ക് വരിക, ഇവിടെ നമ്മുടെ മുമ്പിൽ വെള്ളയുടുപ്പിട്ട ആളുകളായിട്ട്, ദിവ്യന്മാരായിട്ട്, നമ്മുടെ ഇടയന്മാരായിട്ട് പ്രത്യക്ഷപ്പെടുക. ഇവിടെ പിടിക്കപ്പെടുമ്പോഴോ ഇവിടെ നിന്ന് നാട് വിടുക. ഇപ്പം അങ്ങനെ ഇവിടുന്ന് പോയ ഒരാൾ മാനന്തവാടിയിൽ പൊങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ധ്യാനക്കാർ, നമുക്കറിയാം സെഹിയോൻ മിനിസ്ട്രി UK-യുടെ ചെയർമാനോ ഡയറക്ടറൊക്കെ ആയിരുന്ന, ജനറലൊക്കെ ആയിരുന്ന ഒരു സോജി ഒലിക്കൻ അവിടെ ഒരു കുടുംബത്തെ തകർത്തു. കുടുംബത്തെ ഇവന്മാരെ ഓരോ നന്നായി പോകുന്ന കുടുംബങ്ങളിൽ കെട്ടിയവന്മാരുടെ കുഴപ്പങ്ങളും പറഞ്ഞ് കെട്ടിയവന്മാരെ സാരി വിസക്കാരായിട്ട് ആക്ഷേപിച്ചിട്ട് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് ആ കുടുംബം തകർക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബം തകർന്നപ്പോൾ UK-യിൽ പോലീസ് കേസായപ്പോൾ
രാത്രിക്ക് രാത്രി UK നിന്നും ഒളിച്ചോടിയിട്ട് സോജി ഒലിക്കാൻ നാട്ടിൽ ചെന്നിട്ട് പുതിയ ഫോൺ നമ്പർ എടുത്തിട്ട് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി വീട്ടമ്മയോട് പറയാണ്, പെൺകുട്ടി, നിനക്ക് നിൻ്റെ കുടുംബം സംരക്ഷിക്കണം, എനിക്കെൻ്റെ പ്രീസ്റ്റ്ഹുഡും സംരക്ഷിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞത്, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, മറക്കാം, പൊറുക്കാം. പക്ഷേ സാത്താന്മാരോട് പൊറുക്കാൻ SMC പറയുകയില്ല. മനസ്സിലായോ? ഇത് ഞാൻ ഇത്ര പരുഷമായിട്ട് പറയുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ എന്താണ് പറയുക, നമ്മൾ നാട്ടിൽ നിന്ന് നമ്മളെ സാരി വിസക്കാരെന്ന് ആക്ഷേപിച്ചത് നമ്മുടെ ഈ വിസിറ്റേറ്റർ തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ പിതാവെന്ന് പറയുന്ന ചിറപ്പണത്ത് പിതാവ്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ മനുഷ്യരെ തരം തിരിക്കുക. അതുപോലെ തന്നെ കോർക്കിൽ വെച്ച് ഇദ്ദേഹം വിശ്വാസികളെ ഡയറക്റ്റ് ഡെബിറ്റ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് നിരക്കാതെ ഡയറക്റ്റ് ഡെബിറ്റ് തരാത്ത മനുഷ്യരെ, അവരുടെ മക്കൾക്ക് വേദപാഠം കൊടുക്കുകയില്ല, അങ്ങനെ അവരെ സെഗ്രിഗേറ്റ് ചെയ്തപ്പോൾ അതിലെ അനീതി കണ്ടിട്ട് കോർക്ക് ബിഷപ്പ് ഇടപെട്ടിട്ട് അത് തെറ്റാണെന്ന് കണ്ടെത്തുകയും ഈ മനുഷ്യനെ കൊണ്ട്, നമ്മുടെ ഈ പിതാവിനെ കൊണ്ട്, സീറോ മലബാർ പിതാവിനെ കൊണ്ട്, ചിറപ്പണത്ത് പിതാവിനെ കൊണ്ട് പരസ്യമായിട്ട് എഴുതി കൊടുത്ത തെറ്റ് മാപ്പാക്കണമെന്ന് പറഞ്ഞ് മൈക്കിലൂടെ പറയേണ്ടി വന്നൊരു ഗതികേട് കൂടിയുണ്ട്. അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ മനുഷ്യരാണ് നമ്മെ നയിക്കുന്നത്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവരെ നമുക്കിടെ തലയിലേക്ക് വെച്ച് തരിക. ഞാനിനി മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയും നമുക്കിതാ ക്രിസ്മസ് വരികയാണ്. വിവിധ ധ്യാനക്കാർ നമ്മെ വേട്ടയാടാൻ വരികയാണ്. എല്ലാ ധ്യാനക്കാരും, കൃപാസനം ജോസഫ് മുതൽ പഴയ നായ്ക്യം പറമ്പൻ അച്ഛൻ മുതൽ ഇവരൊക്കെ ഭയങ്കര കടുത്ത ചികിത്സയിലാണ്. ഒന്ന് തുമ്പിയാൽ അവർ ആശുപത്രി പോകും. പക്ഷെ അവർക്ക് മുമ്പിൽ വരുന്ന ഇരകളായ വിശ്വാസികൾ എന്താണ്, അവർക്കെല്ലാം ഉടമ്പടിയാണ്, അവർക്കെല്ലാം അത്ഭുതങ്ങളാണ്. ഒരേ അത്ഭുതം തന്നെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുക. ഒരു രോഗം മാറിയ ഒരിക്കലല്ലേ മാറുള്ളൂ. പക്ഷേ ഈ സാക്ഷ്യക്കാർക്ക് അതവർക്കൊരു തൊഴിലാണ്. അല്ലെങ്കിൽ തങ്ങളെന്തോ മഹത്തായ സിദ്ധി ലഭിച്ചവരാണെന്ന് ലോകത്തെ അറിയിക്കാൻ അവർ വെമ്പൽ പൂണ്ടുകൊണ്ട് ഇല്ലാത്ത സാക്ഷ്യങ്ങൾ പറഞ്ഞ മനുഷ്യരെ പറ്റിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. ഇനി പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്? ഇപ്പോൾ ഈ ചില പള്ളികളിലെ ചില മാസ് സെൻറ്ററുകളിലെ പരിപാടികൾ നോക്കുകയാണ്, ദിവസവും കുർബാനയാണ്. അതിന് മുന്നോടിയായിട്ട് ജപമാല, പിന്നെ ശനിയാഴ്ചകളിൽ ജപമാല പ്ലസ് മാതാവിൻ്റെ നൊവേന, പിന്നെ അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന, പിന്നെ ഏതൊക്കെയോ ഇങ്ങനെ നാട്ടിലുള്ള ഇതിൻ്റെ പുറമെയാണ് മാതൃ, പിതൃ, ബാലിക, ബാലൻ, യുവാക്കളുടെ, അതുപോലെ തന്നെ ഫാമിലിയ, പിന്നെ നോക്ക് തീർത്ഥാടനം, പെരുന്നാളുകൾ, കുടുംബ യൂണിറ്റിലെ ജപമാലകൾ. ഇങ്ങനെ ഈ അയർലൻഡിൽ, ഈ വിദേശ രാജ്യത്ത്, നാട്ടിൽ നിന്നും ഒരു കുടുംബം പുലർത്തുന്ന ഭർത്താവും ഭാര്യയും ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന പെയിൻ, അതിനിടയിലാണ് ഇതെല്ലാം തിരികെ കയറ്റുന്നത്. ഇതെല്ലാം ഒരു തരം നിർബന്ധ ബുദ്ധിയാണ്. ഇതിൽ പങ്കെടുക്കാത്തവർ, ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംഭാവന കൊടുക്കാത്തവരെ വെറുക്കപ്പെട്ടവരായി ഒരു തരം സാമൂഹിക ഭ്രഷ്ട് കൽപ്പിച്ച് ഇങ്ങനെ സാമൂഹികമായ ഒരു സമ്മർദ്ദം ചെലുത്തി പല കുടുംബങ്ങളിലും പല കുടുംബനാഥന്മാരും ആത്മഹത്യ ചെയ്ത ഒരു വർഷവും കൂടിയാണിത്. ഏതാണ്ട് 7ഓളം മനുഷ്യർ, കുടുംബനാഥന്മാർ, ചെറുപ്പക്കാരായ കുടുംബനാഥന്മാർ, 50 വയസ്സിൽ താഴെയുള്ളവർ ഈ 2025 നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ സാരി വിസ എന്ന ആക്ഷേപം മുതൽ നേഴ്സുമാരുടെ നാട്ടിലെ പരിശീലനം, അനേക വർഷം അവർ ഈ തൊഴിലിന് പരിശീലനം കിട്ടിയവരാണ്. IELTS പാസ്സായി അവർ വളരെ പ്രതാപത്തോടെ അന്തസ്സോടെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നല്ല നിലയിൽ കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഗൾഫിൽ കഴിഞ്ഞിരുന്നവർ ഇവിടെ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് തങ്ങളുടെ എല്ലാ നേട്ടങ്ങളും വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി യോജിച്ചിവിടെ വരുമ്പോൾ ഇവിടെ ആദ്യം കേൾക്കുന്നത് സാരി വിസക്കാരനെന്നാണ്. പിന്നെ ഈ പിരിവുകാരെ കുടുംബത്തെ ആക്രമിക്കുകയാണ്.
എന്നിട്ട് ഓരോ കുടുംബത്തിൻ്റെ വരുമാനം അനുസരിച്ചാണ്. എന്താണ് ഭാര്യയുടെ വരുമാനം എത്ര? എപ്പോഴും ഭാര്യയുടെ വരുമാനമാണ് മുമ്പിൽ. ഭർത്താവിൻ്റെ വരുമാനം എത്ര? അവൻ കെയറർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ, നാട്ടിലെ എന്താണ് പറയുക, വലിയ നിലയിൽ പഠിച്ച് എൻജിനീയറോ മറ്റെല്ലാ രീതിയിൽ കമ്പ്യൂട്ടറോ ഒക്കെ പഠിച്ച ആളുകളായിരിക്കും. അവൻ്റെ കുടുംബത്തിലെ സമ്മർദ്ദത്തെ, അവൻ്റെ ജീവിതത്തിലെ അവൻ നേരിടുന്ന പ്രതിസന്ധികളെ അധികരിക്കുന്ന വണ്ണം പിരിവിന് വേണ്ടി ഈ ഭാര്യയുടെ പക്ഷം ചേർന്ന് ഇവരെ കമ്മിറ്റിക്കാരും അച്ഛന്മാരും കൂടി റേറ്റ് നിശ്ചയിക്കുകയാണ്. ഇത്ര വരുമാനമുള്ളവർ ഇത്ര. ഇനി അതിനകത്ത് കുടുംബനാഥൻ എന്ന രീതിയിൽ ഭർത്താവ് അതിന് എതിരഭിപ്രായം പറഞ്ഞ ഭർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഭാര്യയെ സ്വാധീനിക്കുകയാണ്. ഇങ്ങനെ ഭാര്യമാർ തങ്ങളെന്തോ ആണെന്ന് കരുതി ചില കുടുംബങ്ങളിലെങ്കിലും, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷിപ്പിക്കുകയല്ല കേട്ടോ, ചില കുടുംബങ്ങളിലെങ്കിലും ഈ പറയപ്പെടുന്ന സഭാസേവനത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട് കുടുംബം തകർന്ന ഉദാഹരണങ്ങളുമുണ്ട്. അങ്ങനെ തകർന്നിടങ്ങളിൽ മദ്യത്തിന് അടിമകളായി ഒരുപാട് ചെറുപ്പക്കാർ ഈ വർഷം ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ മദ്യപാനത്തിൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇഷ്ടംപോലെ ഇടം വലം തിരിഞ്ഞാലും മദ്യപിച്ച് നശിക്കുന്നവരുടെ എന്താണ് പറയുക, തകർച്ചയെ ഞാൻ കാണാതെ പോകുന്നില്ല. പക്ഷേ എങ്കിലും പൊതുവായി ഇത്തരം ഒരു കുടുംബങ്ങളിൽ അന്തഛിദ്രമുണ്ടാക്കുവാൻ ഈ അധീകരിച്ച ചാപ്ലിൻ പ്രവർത്തനവും ബ്രാഞ്ചി പ്രവർത്തനവും ഇടവരുത്തുന്നു എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ ഒരു UK ഒരു വേദപാഠാധ്യാപകൻ വർഷങ്ങളായിട്ട് സീറോ മലബാറിൻ്റെ വിശിഷ്ട സേവകൻ ബാലികാ പീഡനത്തിന് ജയിലിലായി. എന്തിനാണ്? ഓൺലൈനിൽ 13 വയസ്സുകാരിയോട് ചാറ്റ് ചെയ്ത് സെക്സ് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ അതങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ഇത്തരം മലിനമായ മനസ്സുകളെ ഒരു ബാഡ്ജ് കുത്തിയതുകൊണ്ടും ചാപ്ലിനെ പിന്തുണ കൊടുക്കുന്നു, അല്ലെങ്കിൽ സീറോ മലബാറിൻ്റെ വഴിവിട്ട എല്ലാത്തിനും താങ്ങും തണലുമായി നിൽക്കുന്നവൻ പുണ്യാളനാണെന്ന് കരുതരുത്. ഇത്തരം സഭയുടെ അവിഹിതമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ ബലിയാടാക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ പൊലിഞ്ഞു പോയ ഏതാനും ചെറുപ്പക്കാർ, ആത്മഹത്യ ചെയ്തവർ. അപ്പോൾ ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളേക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി എയർപോർട്ടിനടുത്ത് സ്ഥലം വാങ്ങിയെന്നാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അടുത്ത തലമുറ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇന്ത്യക്കാരായവർക്കൊക്കെ ഓടിച്ചിട്ട് അടി കിട്ടിയത്. യൂറോപ്പ് ഒരുപാട് മാറുകയാണ്. ഐറിഷ് നാച്ചുറലൈസേഷൻ പാസ്പോർട്ട് കിട്ടിയവരാരും നെഗളിക്കണ്ട. യൂറോപ്പിൻ്റെ UK അനുഭവം വെച്ചിട്ട് അവരൊക്കെ എത്ര വേണമെങ്കിലും പുതിയ നിബന്ധനകൾ വന്ന് നാട് വിടേണ്ടി വരും, അസ്ഥിരപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ നഷ്ടപ്പെടുവാനുള്ളത് സാധാരണ വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. സീറോ മലബാറിന് ഇവിടെ വന്ന് ഈ തങ്ങളുടെ ഇനിയും മറ്റൊരു കാര്യം, 5 വർഷം അല്ലെങ്കിൽ 6 വർഷം നമ്മൾ സീറോ മലബാർ, നമ്മൾ ലാറ്റിൻ പള്ളിയിൽ പോകരുത്. ഇവർ വരുന്നതിന് മുമ്പ് ലാറ്റിൻ അച്ഛന്മാരൊക്കെയാണ് നമുക്കൊരു മലയാളം കുർബാന തന്നത്. ഇവർ വന്നതിന് ശേഷം സീറോ മലബാർ പറഞ്ഞു, സീറോ മലബാർ ചാപ്ലിന്മാർ ഇനി അവരെ കണ്ടുപോകരുത്, അവരുടെ അടുത്ത് പോകരുത്, അവർ നിരോധിക്കപ്പെട്ടവരാണ്, ആ കുർബാന നമുക്ക് പറ്റൂല. അങ്ങനെ നമ്മളെ തരം തിരിച്ചിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളൊരു വലിയ എന്താണ് പറയുക, JCBക്ക് തലവയ്ക്കുന്നത് പോലെ വലിയൊരു അടിമത്തത്തിന് നമ്മൾ വഴിപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നഷ്ടപ്പെടുവാനുള്ളത് സാധാരണ സീറോ മലബാർ വിശ്വാസിക്ക് മാത്രമാണ്. ഒരായുസിൻ്റെ നേട്ടങ്ങളെല്ലാം നമ്മൾ അയർലൻഡ് എന്ന സ്വപ്നത്തിൽ നിക്ഷേപിച്ചിരിക്കുക. കുടുംബമായി നല്ലൊരു നാളെ സ്വപ്നം കണ്ടിരിക്കുന്ന സീറോ മലബാറികൾ, പക്ഷേ ചാപ്ലിന്മാരായി വന്നു പോകുന്നവർക്ക് ഒന്നുമില്ല. 5-6 വർഷം കഴിയുമ്പോൾ നമ്മൾ സീറോ മലബാറിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ ചാപ്ലിന്മാർ ഈ ഡബ്ലിൻ ബിഷപ്പിനെയോ അല്ലെങ്കിൽ നാട്ടിലെ കർദിനാളിനെയൊക്കെ ചാക്കിട്ട് പിടിച്ച് ഇവിടെ ലാറ്റിനിലേക്ക് കൂറുമാറുകയാണ്. എന്നിട്ട് അവരിവിടെ വീണ്ടും ഈ പറയുന്ന പോലെ റിക്രൂട്ട്മെൻ്റ് അടക്കം ഇനിയിപ്പോൾ നേഴ്സിംഗ് ഹോം ഏറ്റെടുത്ത് നടത്തി ഇങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളുമായിട്ട് പല ചാപ്ലിന്മാരും ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത്. നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയുക, കല്ലും നെല്ലും തിരിച്ചറിയുക. ഓക്കെ, വിശ്വാസം എന്നത് ക്രിസ്തുവിനോടാണ്. മനസ്സിലായല്ലോ? ഈ പറയപ്പെടുന്ന പൊറാട്ട് നാടകങ്ങളും കച്ചവട താല്പര്യങ്ങളുമായിട്ട് വരുന്ന
എന്താണ് പറയുക, ചാകരക്കൊയ്ത്തിനിറങ്ങുന്ന ചാപ്ലിന്മാരെ കരുതിയിരിക്കുക, അവരുടെ കങ്കാണികളായ പ്രാഞ്ചികളെയും. ഓക്കെ, താങ്ക് യു.